Good evening. Merry Christmas, everyone, in advance. It's been a while I was thinking about this particular person. When I say her Instagram channel, it'll be like so known to everybody. Keep Stylish by Ammu, or Ammu Varghese. It's been 4 or 5 years. You can see her doing amazing, impeccable work, right from briding stylists to celebrity stylists, and it's not just that. I mean, she's beyond that. And ഞങ്ങൾ ഇങ്ങനെ കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലോട്ടൊരു ക്യാമറ വന്ന് നമ്മളൊന്ന് തുടങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് വെൽക്കം ടു നറേഷൻസ് വിത്ത് മീര നായർ. അമ്മു, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. I'm actually honored because Ammu is my first women guest, and I'm so happy and proud that you are my first women guest, because കുറേ ഞാനിങ്ങനെ എനിക്ക് ആരെടുക്കണം എൻ്റെ ഫസ്റ്റ് എന്നുള്ള ഒരു വിമൻ ഗസ്റ്റിലോട്ട് വരുമ്പോൾ എനിക്ക് ഐ ആക്ച്വലി തിങ്ക് മച്ച്, ബിക്കോസ് ഫോർ മീ പേഴ്സണലി ഈ ഒരു ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ഫീൽഡിൽ തനിയെ നിന്ന് സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ തനിയെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന റെസ്പെക്റ്റീവ് വാട്ട് എവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് യു ആർ കമ്മിങ് ഫ്രം, അതൊന്നും നോക്കാതെ ഞാൻ എൻ്റെ ലേബലിൽ അറിയപ്പെടണം, അതിന് വേണ്ടി വർക്ക് ചെയ്ത എനിക്കറിയാവുന്ന കുറച്ച് പേരിൽ എന്നും എനിക്ക് എൻ്റെ ടോപ്പ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു പേരാണ് അമ്മു എന്നുള്ളത്. അപ്പോൾ ഐ മീൻ ബിക്കോസ് ഫോർ മീ പേഴ്സൺ ഐ ഓൾവേസ് തിങ്ക് ഒരു many people will definitely have different opinions when I say this, but when women come friend and start doing something by themselves, by അവരുടെ ഒരു സ്വന്തമായിട്ടുള്ളൊരു സംഭവം ചെയ്യുമ്പം there is a lot of risk involved. നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മൾ അതിനെ പറ്റിയൊക്കെ പറയായിരുന്നു, ഒരു ചാലഞ്ചസ് റിസ്ക് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം കമ്മിങ് ടു ഒരു what was the fashion risk that അമ്മുവിൻ്റെ വഴിയിൽ, അമ്മുവിൻ്റെ ബിഗിനിങ്ങിൽ, കരിയറിൻ്റെ ബിഗിനിങ്ങിൽ തുടങ്ങിയത്, അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെയ്ഡ് ഓഫ് ആയി പോയൊരു, അല്ലെങ്കിൽ അതങ്ങനെ ഒരു പ്രശ്നമില്ലാണ്ടായിപ്പോയി ഒരു ഫാഷൻ റിസ്ക് തുടക്കത്തിൽ വന്നത് എന്തായിരുന്നു? അതിനെ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്ത് വന്നത് തുടക്കത്തിൽ? അതായത് ഞാൻ ഈ സ്റ്റൈലിംഗ് തുടങ്ങിയ സമയത്ത് ലൈക്ക് കോവിഡ് ഒക്കെ ആണല്ലോ ആ സമയത്താണോ തുടങ്ങുന്നത്? എൻ്റെ ബിഗ്ഗസ്റ്റ് എനിക്ക് വന്നിരിക്കുന്ന ഞാൻ ഈ ഫീൽഡിലേക്ക് കയറിയപ്പോൾ വന്നിരിക്കുന്ന ഒരു ബിഗ്ഗസ്റ്റ് ലോസ് ആണോ റിസ്ക് ആണോ? ഒരു റിസ്ക്കും എന്തും ലൈക്ക് ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ആസ് ഇൻ ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ഇതിലോട്ട് ഇതിരിക്കുമ്പം എനിക്ക് ആദ്യം ചിലപ്പം ഫാഷൻ റിസ്ക്, ഞാൻ ഇത് പഠിച്ചിട്ടില്ല, ഞാൻ പഠിച്ച MBA അതും മറ്റു കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിലോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ആദ്യം എനിക്കൊരു സ്റ്റൈലിംഗ് സംഭവത്തിനകത്തൊരു ബ്ലോക്കാണോ, എനിക്ക് അതാണോ എനിക്കൊരു റിസ്ക് ആയിട്ട് എന്താണ് അതിൽ എനിക്ക് ബ്ലോക്കായിട്ട് നിന്നിരുന്ന ഒരു സംഭവം? നമുക്ക് ഈ സംഭവം എന്താണെന്നുള്ളത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. കാരണം ഇതിനെപ്പറ്റി ഞാൻ ബേസിക്കലി ഭയങ്കരമായിട്ട് പഠിച്ചിട്ടില്ല. ഇത് എൻ്റെ ഒരു ആഗ്രഹം ഉള്ളത് മാത്രം ഞാൻ പാഷനാണ് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടാണ് ഞാൻ ഒന്നേന്ന് മുതൽ പഠിച്ചത്. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ, നമ്മൾ ഒരെണ്ണത്തിനകത്തേക്ക് ഇറങ്ങുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ആസ് ഈസി ആസ് ഇറ്റ് ലുക്സ് എന്നുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴാണ് ഇതിനകത്ത് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും പല when I say problems, it is not just work problems, family problems is also ഒരു പ്രോബ്ലം. പല കാര്യങ്ങളും ടൈമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം. ഈ സ്റ്റൈലിങ്ങോ ബീറ്റ് എസ്പെഷ്യലി ഒരു മീഡിയ ഫീൽഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് സോളിഡ് ടൈം ഉണ്ടായിരിക്കണം നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. കാരണം ഇതിനകത്ത് കുറേ നമ്മൾ ചിന്തിക്കണം. കാരണം വേറൊരു വ്യക്തിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. ആ ആൾക്ക് അത് എത്രത്തോളം ചേരും, ആ ആൾക്ക് ബോഡി നേച്ചറിനും അല്ലെങ്കിൽ ആ ഇവൻറ്റിന് ചേരുന്ന രീതിയിലാണോ നമ്മൾ കൊടുക്കേണ്ടത്, ഇതെല്ലാം അത്രയും മാത്രം നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതിന് നമുക്കൊരു കുറേ ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആയവരും കൂടെ ആയിരിക്കണം ഇതിലോട്ട് ഇറങ്ങാൻ പറ്റും. അപ്പം ആ ഒരു ബിഗിനിങ് കേരള ഇത് ഒരു സംഭവം ഒരു ഭയങ്കര ചലഞ്ച് ഇതായിട്ട് നിന്നിരുന്ന ഒരു സാധനം. ഇപ്പോൾ ഒരു സ്റ്റൈലിങ്ങിലോട്ട് ഫസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് അത് ആ റിസ്ക് ഉണ്ടായിട്ടും ഞാൻ എങ്ങനെയൊക്കെയോ അതിനെ പുൾ ഓഫ് ചെയ്തു എന്ന് പറയുന്നൊരു വർക്ക് ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്ന ഇനീഷ്യൽ സ്റ്റേജസിൽ ഒരു 5 years ബാക്ക് ഇനീഷ്യൽ സ്റ്റേജസ് ചെയ്ത എല്ലാം എനിക്കൊരു വിധം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിനകത്ത് എൻ്റെ ഫ്രണ്ടിന് എൻ്റെ മാരേജ് നോ ഗോൾഡ് വെഡ്ഡിങ് ആയിരുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് റീച്ച് തന്നുള്ള ഒരു ഇതാണ്. എനിക്ക് ഭയങ്കര സെൻസേഷൻ ആയിട്ടുള്ള ഒരു ഒരു സംഭവം എനിക്കൊന്ന് ആ സമയത്താണ് ഈ പറയുന്ന ഹാഷ്ടാഗ് നോ ഗോൾഡ് വെഡിങ് എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങിയത്. ഐ തിങ്ക് ഇറ്റ്സ് വിത്ത് യു റൈറ്റ്, ബിക്കോസ് ഐ സ്റ്റിൽ റിമെമ്പർ ഒന്നാമത് കോവിഡിന്റെ സമയത്ത് ഒന്നും മേടിക്കാനോ പിടിക്കാനുള്ള സമയം സാഹചര്യങ്ങളൊന്നും ഇല്ല. ദാറ്റ് ഈസ് നോട്ട് മൈ കോൺസെപ്റ്റ് ടു ബി ഓണസ്റ്റ്. അതെന്റെ കോൺസെപ്റ്റ് അല്ല, ഞാൻ അവിടെ സ്റ്റൈൽ ചെയ്തെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ നോ ഗോൾഡ് എന്നുള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ്, മൃദുല മുരളി. ആളുടെ ആഗ്രഹമാണ്, ആൾക്ക് ഒരു നയ പൈസ ഗോൾഡില്ല, കൊടുക്കില്ല. ഐ മീൻ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഉണ്ടാവില്ല എന്നുള്ളൊരു ഇത് വന്നത് മൃദുലയുടെ ആയിരുന്നു. ബിക്കോസ് അവൾക്ക് അതുവഴി കുറേ ആൾക്കാരിലേക്ക് പറയണം, അതായത്
കാരണം കുറേ പേര് നമ്മൾ കാണുന്ന ഒരുപാട് അപ്പന്മാരും അമ്മമാരും ലിറ്ററലി വിഷമിക്കുകയാണ്, നമ്മൾ എങ്ങനെ ഇവരെ കെട്ടിച്ചു വിടും, എത്ര പവൻ കൊടുത്താലാണ് കെട്ടിച്ചു വിടുന്നത്. അതിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ട് പറയുമായിരുന്നു. ലിറ്ററലി ഷീ വാസ് ആക്ച്വലി ടെല്ലിങ്, നമ്മൾ സ്വർണം കൊണ്ട് മാത്രമല്ല കെട്ടി കയറേണ്ടത്, അത് നമ്മുടെ പെണ്ണെന്ന് പറയണത് അത് തന്നെ ഒരു വലിയ സ്വർണ്ണമാണ്. അപ്പോൾ അതിനകത്ത് വലിയൊരു കാര്യമല്ല എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്ത്, ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ഹെർ ഓൺ ബ്രാൻഡ് കോൾഡ് ഈ ഒരു ജ്വല്ലറി ബ്രാൻഡ് തുടങ്ങിയായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ കൊളാബറേറ്റ് ചെയ്തതാണ്. ആൾക്കും ഭയങ്കര റെക്കഗ്നിഷൻ വന്നു, എനിക്കും ഭയങ്കര. നമ്മളൊന്നും റെക്കഗ്നേഷൻ കൊടുക്കാനോ കിട്ടാനോ ഒന്നും നമ്മൾ ചെയ്തതല്ല. നമ്മുടെ ഹോൾ പോയിന്റ് വാസ് അങ്ങനെ ഒരു ഗോൾഡ് ഇല്ലാണ്ട് തന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ സ്റ്റൈലിംഗ് എന്നുള്ള സംഭവത്തിനകത്ത് ഒരു അമച്വർ ആയിട്ടുള്ള ഞാൻ, എൻ്റെ ഫസ്റ്റ് വർക്ക് ഇതായിരുന്നു. ആൻഡ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഓരോന്നും, ഈവൻ റൈറ്റ് ഫ്രം എല്ലാ കാര്യങ്ങളും, ജ്വല്ലറി എങ്ങനെ വേണം എന്നുള്ളത് മുതലുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് അത് പുട്ട് ഫോർത്ത് ചെയ്തതാണ്. ബട്ട് ദെൻ ഇറ്റ് കെയിം ഔട്ട് റിയലി വെൽ. ഇറ്റ് വാസ് വൺ ഓഫ് മൈ ബെസ്റ്റ് വർക്ക്. ഇറ്റ് വാസ്, ഐ മീൻ എനിക്കൊന്ന് ആ സമയത്ത് തന്നെ ബ്രാൻഡ് തുടങ്ങിയിരുന്നല്ലോ, ബിഫോർ ഓർ സൂൺ ആഫ്റ്റർ ഹർ മാരേജ്. ആ സമയത്ത് തന്നെ തുടങ്ങി. അത് ഒരുമിച്ച് അവളുടെ ജ്വല്ലറി പ്രസന്റ് ചെയ്യുന്നതും ബ്രാൻഡ് തുടങ്ങുന്നതല്ല, ഒരുമിച്ചായിരുന്നു. അപ്പോൾ അതാണ് ആ ഈ ക്രിയേറ്റീവ് പ്രോസസ്സ് ഉണ്ടല്ലോ, ആ ക്രിയേറ്റീവ് പ്രോസസ്സിനെ എപ്പോഴും ഒരു ടൈംലെസ് ആയിട്ട് നിർത്തുന്നത്. ഇപ്പോൾ ഓരോ ബ്രൈഡൽ വർക്ക് വരുമ്പോൾ തന്നെ അതെങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് അങ്ങനെ നിർത്താൻ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മളിപ്പോൾ എന്താ കറന്റ് ട്രെൻഡ് എന്താണ്, കറന്റ്ലി എന്താണ്, ആൻഡ് more than just being updated with what the current trend is, fashion is, നമ്മൾ ചെയ്യണ ആൾക്ക് എന്താണ് ചേരണേ എന്നുള്ളതും കൂടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ബിക്കോസ് ഓക്കെ ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഇയറിങ്സ് ഉള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ ജുംക്കാസിൽ തന്നെ പല തരത്തിലുണ്ട്. അപ്പോൾ ഇയേഴ്സ് കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുള്ള ഇയർ കഫ് വെച്ചിട്ടുള്ള ജുംക്കയുണ്ട്. ജസ്റ്റ് ബിക്കോസ് ദാറ്റ് ഈസ് ഇൻ, ഐ കൻ നോട്ട് ജസ്റ്റ് ആസ്ക് മൈ ബ്രൈഡ് യു നോ വാട്ട് ഇയർ കഫാണ് ഇപ്പം ഇൻ, ഇയർ കഫ് എടുത്തിട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ കുട്ടിക്ക് ആ അവസരത്തിൽ എന്താണ് ചേരുന്നത്, എന്താണ് ആ ഔട്ട്ഫിറ്റിനോട് ചേർന്നത്, അതനുസരിച്ച് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ബ്രൈഡിനെ നമ്മൾ ശരിക്കും ഒന്ന് പഠിക്കണം. അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്, അവർക്ക് എന്താണ് ഇഷ്ടം എന്ന് പഠിച്ചിട്ട് നമ്മൾ അതിന് ചേർന്ന രീതിയിൽ പോകുന്നു എന്നുള്ളതിലാണ് മെയിൻ കാര്യം ഇരിക്കണേ. അപ്പോൾ അമ്മൂന് പേഴ്സണലി ഇപ്പം ഓരോ സ്റ്റൈലിസ്റ്റ് വർക്ക് ചെയ്യുന്ന ഓരോ തരത്തിലാണ്. പക്ഷെ അമ്മൂന് പേഴ്സണലി വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പഠിക്കാനുള്ളൊരു സമയം കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഒരു ബ്ലെസ്സിങ് എന്ന് ഞാൻ പറയും. കാരണം എല്ലാവരും എപ്പോഴും അങ്ങനെ വരണമെന്നില്ല. ഇപ്പം ലെറ്റ്സ് സേ ഇപ്പം അമ്മൂൻ്റെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ഇവർക്ക് അത്യാവശ്യം കാര്യം അറിയാം. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ വെഡിങ് ഇന്ന ഡിസംബറിലാണെങ്കിൽ ഞാനൊരു നവംബർ എൻഡാകുമ്പോൾ അവരെ കണക്ട് ചെയ്യാം, അമ്മ എന്താണെന്ന് വെച്ചാൽ തീരുമാനം. അപ്പോൾ ചിലപ്പം ഇറ്റ് ക്യാൻ ഹാപ്പൻ, നമുക്കറിയില്ല, പെട്ടെന്ന് വന്നിട്ട് ഒരു വർക്ക് ചെയ്യുമോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ലിബർട്ടി സംഭവം കിട്ടാത്തത്തോളം കാലം നമുക്ക് ഈ പറയുന്ന ക്ലയൻറ്റ് വേഴ്സസ് നമ്മളെന്ന് പറയുന്ന ഒരു ചാലഞ്ച് ഉണ്ടാവുമല്ലോ. അതിൽ ഈ പറയുന്ന പോലെ പഠിക്കാത്ത അല്ലെങ്കിൽ പ്രൊഫഷണലി ഈ സംഭവം പഠിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചലഞ്ചസ് വരാനുണ്ടല്ലോ. അപ്പം അതിനുപരി ഇപ്പം ഈ പറയുന്ന ട്രഡീഷണൽ, ഇപ്പം കീർത്തി സുരേഷിൻ്റെ കല്യാണം കഴിഞ്ഞപ്പം എല്ലാം റൈറ്റ് ഫ്രം എല്ലാ ജ്വല്ലറിയുടെ ഓരോ ചെറിയ നത്താണെങ്കിലും എല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഒരു മോഡേൺ ബ്ലെൻഡിൽ ആ റെഡ് സാരി ഇതുണ്ടായിരുന്നു. പക്ഷേ റെഡ് സാരിയുടെ ബുട്ടാസ് ഒക്കെ ആ ഒരു ട്രഡീഷണൽ സാധനത്തിൻ്റെ ഇതുണ്ട്. അതുപോലെയുള്ള ആൾക്കാർ പെട്ടെന്ന് വരുമ്പോൾ ഈ പഠിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് ഞാനത് സ്ട്രെസ് ഔട്ട് ചെയ്യാനുള്ള കാര്യം വെച്ചാൽ ഇറ്റ് ക്യാൻ പേഴ്സണലി യു ക്യാൻ ഫീൽ ലൈക്ക് ഇതെങ്ങനെ ഞാൻ ഈ ലാസ്റ്റ് മിനിറ്റിൽ ലാൻ തറൽ ഇത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതിന് അമ്മു പേഴ്സണലി ചെയ്യുന്നൊരു ഹോംവർക്ക് എന്താണ്, ലൈക്ക് ഇതിലെ ഞാൻ ജെന്റലി ഒന്ന് ടാക്കിൾ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ. അതായത് ലാസ്റ്റ് മിനിറ്റ് ഒരു വർക്ക് എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതിനുള്ള റിസോഴ്സസ് എനിക്കുണ്ട് ഇവിടെ. ബിക്കോസ് ഐ നോ ലൈക്ക് വാട്ട് ക്യാൻ ബി ഡൺ നെക്സ്റ്റ്. എനിക്ക് അതിന് ആരെ അപ്രോച്ച് ചെയ്യണം, എന്തായിരിക്കും ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ ബ്രൈഡിനോട് ക്ലിയർ ആക്കി പറഞ്ഞു കൊടുക്കും, നമുക്ക് ഇത്രയും സമയമുള്ളൂ, നമുക്ക് ഈ ഒരു സമയത്ത് ഈ സമയ പരിമിതി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ആദ്യം ഫിഗർ ഔട്ട് ചെയ്യാം. വാട്ട് ഡു യു ആക്ച്വലി ലൈക്ക്, വാട്ട് ഈസ് ദാറ്റ് യു ആക്ച്വലി വിഷ് ഫോർ. ഇങ്ങനെ ഒരു ക്രൗഡിന് മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെ കാണണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നമ്മൾ തമ്മിലൊരു കോൺവെർസേഷൻ ഞങ്ങളവിടെ ആദ്യം നടത്തും. അപ്പോൾ ആൾക്കും പറയാനുള്ളത് പറയും, എനിക്ക് ഇന്ന കാര്യങ്ങളാണ് താല്പര്യം, എനിക്ക് ഭയങ്കര ഡെറ്റപ്പ് ആവണം ആഗ്രഹമില്ല, എനിക്കല്ലെങ്കിൽ വളരെ മിനിമലായിട്ട് പോകണം എന്നാണ് ആഗ്രഹം. ആൻഡ് അനദർ തിങ് ഇസ് മൈ പ്രൊഫൈൽ ഇസ് ഔട്ട് ദെയർ, ലൈക്ക് കീപ്പ് ഇറ്റ് സ്റ്റൈലിഷ് ബൈ അമ്മു എന്നുള്ള പ്രൊഫൈലും സ്റ്റൈൽ ബൈ അമ്മു എന്നുള്ള പ്രൊഫൈലും അവിടെ ഉണ്ട്. അപ്പോൾ
ഞാൻ എൻ്റെ ഒരു ടൈപ്പ് ഓഫ് സ്റ്റൈലിംഗ് എന്താണെന്നും എൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഔട്ട്ഫിറ്റ് എന്താണെന്നും ഞാൻ ഇടുന്ന രീതികൾ എന്താണെന്നും ഞാൻ വേറെ ആൾക്കാർക്ക് ചെയ്യുന്ന എന്താണെന്നുള്ളത് വളരെ എവിഡൻ്റ്ലി അവിടെ കാണാം. അങ്ങനെയുള്ളവർ മാത്രം എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യാറുള്ളൂ. അതായത് ഓവർ ദ ബോർഡ് പോണതോ അല്ലെങ്കിൽ സർട്ടൻ കാര്യങ്ങളിൽ പോകുന്നവർക്ക് വേറെ പല കാറ്റഗറീസിലുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് പലർക്കും പലതുണ്ട്. അങ്ങനെയുള്ളവർ മതി. ഞാൻ അമ്മയുടെ പ്രൊഫൈൽ കണ്ടിട്ടുണ്ട്. എനിക്ക് അമ്മ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സംഭവമാണ് എനിക്കിഷ്ടം. അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചിലപ്പോൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ എനിക്ക് ഈസിയറാണ് ചില കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാനായിട്ട്. എനിക്ക് ഒരിക്കലും ഒരു ഭയങ്കര ടഫ് ടാസ്ക് ആയിട്ട് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല ബ്രൈഡ്സിനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ ഇൻട്രസ്റ്റ് നമ്മുടെ അടുത്ത് പറയും, നമ്മൾ അവരായിട്ട് കൂടെ നിന്നിട്ട് ലിറ്ററലി ഐ ഗോ വിത്ത് ദം ഫോർ ഷോപ്പിംഗ്. നോ, സോ ഐ ക്ലിയർലി നോ വാട്ട് വർക്ക്സ് ഫോർ ദം, വാട്ട് ഡസൻറ്റ് വർക്ക് ഫോർ ദം എന്നുള്ളത്. ഇഫ് യുവർ സ്റ്റൈലിഷ് ഫിലോസഫി ഹാഡ് എ ടാഗ് ലൈൻ, വാട്ട് ഇറ്റ് വുഡ് ബി? ജസ്റ്റ് ഇപ്പോൾ ഇത്രയും നാളും ഞാൻ വർക്ക് ചെയ്തു, ഇത്രയും നാളും ഇതൊക്കെ നോക്കിയിട്ട് എനിക്കിങ്ങനെ ഞാനെന്ന് പറയുന്ന സ്റ്റൈലിസ്റ്റ് ഇങ്ങനെയാണ് എന്ന് ഇപ്പം അമ്മൂൻ്റെ ബ്രാൻഡിന്, അമ്മു വർഗീസ് എന്ന ബ്രാൻഡിന് ഒരു ടാഗ് ലൈൻ കൊടുക്കണമെങ്കിൽ? അപ്പം തമിഴ് മൂവി അപ്പം ഞാൻ മൂവീസ് ഒക്കെ പറയും. അപ്പം ഞാൻ എല്ലാം നോട്ടീസ് ചെയ്യും. ആർട്ടിസ്റ്റ് ഇടുന്ന ചെരുപ്പ് മുതൽ, ഫുട്വെയർ മുതൽ, ഔട്ട്ഫിറ്റ്സ് മുതൽ, ഹെയർ സ്റ്റൈൽ മുതൽ എല്ലാ സാധനങ്ങളും ഞാൻ നോട്ടീസ് ചെയ്യും. അപ്പോൾ എൻ്റെ വളരെ ചെറുപ്പ സമയത്ത് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് വേണം. ചേരുമില്ലയോ അതെല്ലാം എനിക്ക് വേണം. ഭയങ്കര ആഗ്രഹങ്ങളാണ് എനിക്ക് എപ്പോഴും ഡ്രസ്സപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങൾ. അപ്പോൾ ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ കുറേ വാരി വലിച്ചിടുന്നതിലോ ഭയങ്കര വലിയ ബ്രാൻഡഡ് സംഭവം ഇടുന്നതിലോ അല്ല കാര്യം. നമ്മൾ എങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നു. അതായത് വൺ തിങ് വാട്ട് ഐ ഹവ് അണ്ടർസ്റ്റുഡ് ഇസ് കോൺഫിഡൻസ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരു സ്റ്റൈലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഒരാളോട്, ഒരു ബ്രൈഡിനോടാണെങ്കിലും എൻ്റെ അടുത്ത് വരുന്ന ഒരാളോടാണെങ്കിലും ഈവൻ ആർട്ടിസ്റ്റ്മാരോടാണെങ്കിലും ഞാൻ പറയും, യു ക്യാൻ വെയർ എനിത്തിങ് ആൻഡ് എവറിത്തിങ്, ബട്ട് ഇഫ് യു ഡോണ്ട് ഹാവ് ദ കോൺഫിഡൻസ് അത് ഫ്രെയിമിൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമുക്ക്. ശരിയാ. ഞാനിപ്പോൾ ഒരു LVയുടെ ബാഗ് പിടിച്ചു. അതേസമയം വേറൊരു സംഭവം, വളരെ ഒരു സാധാ സ്റ്റോറിയിൽ നിന്ന് കൂടെ ഞാനൊരു സാധനം പിടിച്ചിട്ട് ഞാൻ നടക്കുവാണ്. ചിലപ്പോൾ ഇൻ ദ സെൻസ് ഞാനിപ്പോൾ വലിയൊരു കാര്യമായിട്ടുള്ളൊരു സാധനവും പിടിച്ചു, തൊട്ടിപ്പുറത്ത് വരുന്നത് ഒരു സാധാ ബാഗോ വല്ലതും പിടിച്ചിട്ട്, ഞാൻ എക്സാമ്പിൾ വെറുതെ പറയുന്നതാണ്, ബാഗ് പിടിച്ചിട്ട് വരുവാണ്. ചിലപ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ എക്സ്ട്രീം കോൺഫിഡൻസ് കാരണം തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് ആര് ബ്രാൻഡ് പിടിച്ചിരിക്കുന്ന എന്ത് സാധനം എന്നൊന്നും നോക്കത്ത് വരില്ല. കാരണം കോൺഫിഡൻസ് ഉള്ളവരുടെ അടുത്ത് അത് കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ആ ഒരു കൂടെ നിൽക്കണ ആൾക്കാരിൽ ഇപ്പോൾ 5 പേര് നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഭയങ്കര എക്സ്ട്രീംലി കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ കയറി വരുവാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഫോക്കസ് ഔട്ടാണ്, മറ്റവരാണ് കയറി വരുന്നത്. കോൺഫിഡൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോ മാറ്റർ ഹൗ യു ഡു, വാട്ട് യു വെയർ, യുവർ ഡ്രസ്സിങ് എന്നുള്ളത് ദാറ്റ് ഈസ് വൺ തിങ്, ബട്ട് ദെൻ കോൺഫിഡൻസ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. എന്നിട്ടാണ് പിന്നെ നമ്മൾ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്കത് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എന്തിടുക എന്നുള്ളത്. പിന്നെ നമ്മൾ വാരി വലിച്ച് കാര്യങ്ങൾ ഓവർ ഡൂ ചെയ്യാണ്ടിരിക്കുക. മിനിമൽ, മറ്റേ ഔട്ട് ഓഫ് ദ വേ നമ്മൾ പോയി ഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് കാറ്റഗറി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കീപ്പ് ഇറ്റ് സിമ്പിൾ, കീപ്പ് ഇറ്റ് മിനിമൽ. നമ്മൾ മിനിമലായിട്ട് പോവുക. അവിടെയും ഒരു ക്ലാസ് ഉണ്ട്, എപ്പോഴും ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ എം വെയറിങ് എ വെരി കാഷ്വൽ വൈറ്റ് ഷർട്ട്. സോ എനിക്ക് 2 രീതിയിൽ തന്നെ ചെയ്യാം. ഐ ക്യാൻ വെയർ ഒരു സോളിഡ് ഇയറിങ്, ഒരു വാച്ച് ഇട്ടിട്ട് എനിക്കിരിക്കാം. പക്ഷേ എനിക്കിതിനെ കുറച്ചും കൂടെ ഒന്ന് പൊലിപ്പിക്കണം. സോ വാട്ട് ഐ വിൽ ഡു ഇസ് ലൈക്ക് ഞാൻ കുറച്ചധികം മാലകൾ ലെയർ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഗോൾഡും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും ഒരു സാധാ ഷർട്ട് പോലും നമ്മൾക്ക് അതിനൊരു ഭയങ്കരമായിട്ട് ലെവലപ്പ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഓൾ ഹൗ വി പ്ലേ വിത്ത് our dressing up game. So അതാണ്. So what is the weirdest thing you have did, you personally have did to inspire or look or something? എന്തെങ്കിലും ഏറ്റവും വിയേർഡസ്റ്റ് കാര്യം സ്വന്തമായിട്ട് സ്റ്റൈലിംഗ് ചെയ്തപ്പോൾ? എനിക്കറിയില്ല. ബിക്കോസ് വിയേർഡസ്റ്റ് ആയിട്ട് വേറൊരാളല്ലേ പറയാ നമുക്ക് ഭയങ്കര വിയേർഡ് ഡ്രസ്സിങ് ആട്ടോ. അല്ല, ഇപ്പൊ ചിലതുണ്ടാവുമല്ലോ. ഇപ്പൊ ഞാനൊരു മാഗസിനിലൊരു ഫോട്ടോ കണ്ടു. പക്ഷേ ആ സാധനം ഇവിടെ കിട്ടാൻ ചിലപ്പോൾ ഇച്ചിരി പാടായിരിക്കും. ഇപ്പം നമ്മൾ ചില സ്റ്റൈലിംഗ് മാഗസിൻ, ഫാഷൻ മാഗസിനിലൊക്കെ കണ്ട ഒരു ചില ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്കിത് എന്നിൽ സ്റ്റൈൽ ചെയ്യണം എന്ന് എനിക്കുണ്ട്. പക്ഷേ അത്
അതൊന്ന് എത്തിപ്പിടിക്കാൻ ഇച്ചിരി ചില വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ലുക്ക് അമ്മൂല് തന്നെ ചെയ്തിട്ടുണ്ടോ? കാരണം ഇതിനകത്തൊരു ക്രിയേറ്റീവ് പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്കും ക്രിയേറ്റീവായിട്ട് ഏതൊക്കെ തരത്തിൽ വേണം നമുക്ക് ക്രിയേറ്റീവ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എൻ്റെ ബോഡി എനിക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റാന്നുള്ളത് ക്ലിയർ ആയിട്ട് എനിക്കറിയാം. എന്താ വേണ്ടത്, എൻ്റെ ബോഡിക്ക് എന്ത് ചേരും, എന്ത് ചേരില്ല എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് എനിക്കറിയാം. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ എനിക്കത് കാണുമ്പോൾ തന്നെ അറിയാം എനിക്കത് ചേരില്ല. അപ്പം ഞാൻ അങ്ങനെ ചേരാത്തത് അങ്ങോട്ട് ചേർക്കാൻ ഞാൻ നോക്കാറില്ല യൂഷ്വലി. ഓക്കെ. അപ്പോൾ വെൻ യു സേ വിയേർഡസ്റ്റ് തിങ്, എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് അവിടെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഒരുവിധം എനിക്ക് പറ്റണതും ചേരണതും മാത്രമാണ് ഞാൻ ട്രൈ ഔട്ട് ആക്കിയിട്ടുള്ളൂ. Do you ever style based on a client's personality, or let's say they're coming with their zodiac sign or something? How do you like style for each client? എങ്ങനെയാണ് ആ ഒരു സ്റ്റൈലിംഗ് ഇതാക്കുന്നത്? No, I don't style based on their personality or anything. In the sense, അവർ പേഴ്സണാലിറ്റി ആസ് എൻ അവർ ഇപ്പോൾ പറയുകയാണ് എൻ്റെ വെഡ്ഡിങ് ആണ് ഇൻ 3 months, അമ്മു എനിക്ക് എന്നെ ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമോ, ബിക്കോസ് ഐ എം നോട്ട് ഹിയർ, ഐ എം അബ്രോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നിന്നാണ് നമ്മുടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വാട്ട് എക്സാക്ട്ലി യു വാണ്ട്, എന്താണ് ഇത്, അവർ അങ്ങനെ. അല്ലാണ്ട് സോഡിയാക് സൈൻ എന്ന് പറഞ്ഞിട്ട് അല്ല ചിലരുണ്ടാവല്ലോ. ഇപ്പം ഐ നോ മൈ ഫ്രണ്ട് ഹൂ സേസ് ലൈക്ക് യു നോ എൻ്റെ സോഡിയാക് സൈൻ അല്ലെ എനിക്ക് പറ്റുന്ന എൻ്റെ ലക്കി കളർ ടോപ്പാസ് ഓർ എംറോൾഡ് ഓർ സംതിങ്, സോ മൈ ഡ്രസ് എനിക്ക് സംതിങ് റിലേറ്റഡ് ടു ദാറ്റ്, ഐ വാണ്ട് ദാറ്റ് എന്നും പറഞ്ഞിട്ടായിരിക്കും അവർ സാരി തപ്പാൻ പോകുന്നത് തന്നെ. അവർ പറയും എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ, അമ്മു റെഡ് ആട്ടോ എൻ്റെ മൈൻഡിൽ, അല്ലെങ്കിൽ ഗ്രീൻ ആട്ടോ എൻ്റെ മൈൻഡിൽ എന്ന് പറയും. ഞാൻ പറയും ഇല്ല, വേറൊന്നുമല്ല, നമ്മൾ വിചാരിക്കും നമുക്ക് ഇന്ന സംബന്ധിച്ചപ്പോൾ ഇതിലും ഭയങ്കര രസമായിട്ട് നമുക്ക് ഭംഗിയിൽ വരണ വേറെ കളേഴ്സ് ഉണ്ടാവും. നമ്മുടെ മൈൻഡിൽ ചിലപ്പോൾ ഇതായിരിക്കും, പക്ഷെ നമുക്ക് കളേഴ്സ് ഭയങ്കരമായിട്ട് മനസ്സിലാവും. ഇപ്പം ഞാൻ ചിന്തിക്കുവാണ് എനിക്ക് ഒരു പരിപാടിക്ക് പിങ്ക് മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. പിങ്ക് ഒക്കെ വെച്ച് നോക്കി പലതരത്തിലുള്ള ഷെയ്ഡ്സ് ഓഫ് പിങ്കും, പൗഡർ പിങ്കും, മറ്റേ പിങ്കും, എല്ലാത്തരം പാസ്റ്റൽ പിങ്ക്സും ഒക്കെ ഞാനൊക്കെ വെച്ച് നോക്കിയിട്ട് ആ കുട്ടിയിൽ വെച്ച് നോക്കിയിട്ട് കുഴപ്പമില്ല എന്നായിരിക്കുള്ളൂ എനിക്ക് തോന്നണേ. അതേസമയം ഞാൻ വേറൊരു ഷെയ്ഡ് ആ കൊച്ചിലേക്ക് വെച്ചിരിക്കുമ്പോൾ ഈ പിങ്കിനേലും ഭയങ്കര ഭംഗിയിൽ ഓപ്പാറ് ചെയ്ത് നിൽക്കാറുണ്ടാകും ഈ പറഞ്ഞ ബ്രൈഡ്. അപ്പം മൈൻഡിൽ ഒരു കളർ വെച്ചുകൊണ്ട് വരുവാണെങ്കിലും ചെയ്ത് വരുമ്പോൾ ചില വേറെ കളേഴ്സിലേക്ക് മാറാൻ ചാൻസസ് യൂഷ്വലി നടന്നിട്ടുണ്ട് എൻ്റെ ബ്രൈഡ്സിന്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മുടെ സ്കിൻ ടോണും കോംപ്ലക്ഷനും ഒക്കെ ബ്രൈറ്റ്നെസ് ആ ദിവസം എല്ലാം ചെയ്ത് വരുമ്പോൾ എടുത്ത് നിൽക്കുന്ന ഏതാന്നുള്ളത് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ളത് ഞങ്ങൾക്കും കൂടെ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ പ്രോപ്പറായിട്ട്. അപ്പം ഞാനത് അവർ പറഞ്ഞ് മനസ്സിലാക്കും, സി എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഇതാണെന്ന്, പക്ഷെ ഇത് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ രസം ഉണ്ടാകും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഓക്കെ ലെറ്റ് മീ ജസ്റ്റ് തിങ്ക് ഓക്കെ ആക്ച്വലി എന്നുള്ള രീതിയിൽ മാറിയിട്ടുണ്ട്. അത് അപ്പം അമ്മു സ്റ്റൈലിസ്റ്റിലോട്ട് വരുമ്പോൾ അത് ഹൗ ഡസ് ഇൻഫ്ലുവൻസ് യുവർ ചോയ്സസ്? അതിപ്പോൾ ഒരു ഈ പറഞ്ഞ ക്രിയേറ്റീവ് പ്രോസസ് എന്തോ ആയിക്കോട്ടെ, അതിൽ ആ ഒരു സ്റ്റൈലിംഗ് ഒരു കറക്റ്റ് ഒരു ഉദ്ദേശം വെച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ഒന്ന് ഓക്കെ ലെറ്റ്സ് ലിസൺ, അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ക്ലയൻറ്റിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും. അത് അമ്മുവിൻ്റെ പേഴ്സണൽ ചോയ്സസിനെ നമ്മൾക്ക് പഠിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ചില ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മാറ്റാൻ സാധിച്ചത് ഒരുപാട് ബ്രൈറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്തപ്പോഴാണ്. പലതരത്തിലുള്ള സ്കിൻ ടോൺ, സ്കിൻ ടെക്സ്ചർ, പലതരത്തിലുള്ള ഈവൻ ശരി പേഴ്സണാലിറ്റി, അങ്ങനെ ഒരുപാട്. കാരണം പേഴ്സണാലിറ്റി ഓൾസോ റിഫ്ലെക്ട്സ് എ ലോട്ട് നമ്മൾ ഇടുന്ന ഔട്ട്ഫിറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും. ചില ബ്രൈഡ്സ് ഭയങ്കര രസമൊക്കെ ആയിരിക്കും ചിലർ വരുമ്പോൾ, പക്ഷെ അവർക്ക് ആ ഒരു ഇങ്ങനെ എടുത്ത് പിടിച്ച് നിൽക്കാനുള്ളൊരു ചിലപ്പോൾ ആ ഒരു ഇത് വന്നെന്ന് വരില്ല. അപ്പോഴേക്കും നമ്മൾ ആ ചെയ്യുന്നതൊക്കെ എന്തൊക്കെയോ ചെയ്ത് വെച്ചു എന്നല്ലാണ്ട് നമുക്കൊരു ഇത് വരില്ല. ചിലവർ ഈ കുട്ടി ഇത് പുൾ ഓഫ് ചെയ്യുമെന്ന് വിചാരിക്കണ സ്ഥാനത്തായിരിക്കും ഇതങ്ങ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ കൊച്ചിനൊരു ഭയങ്കരമായിട്ട് ഇത് വരുന്നത്. അപ്പോൾ പല തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഒരു ബ്രൈഡിൻ്റെ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്നത്. അപ്പം എനിക്കതിൽ കുറേ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എന്തൊക്കെയാണ്. അപ്പോൾ എവറി ഡേ ഈസ് എ ലേണിംഗ്, നോ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ ഒരാളും എല്ലാം പഠിച്ചു വെച്ചതെന്നുള്ള സംഭവമില്ലല്ലോ. എവറി ഡേ വി ആർ ലേണിംഗ് വൺ തിങ് ഓർ ദി അതർ. നമ്മളെ തന്നെ ചെയ്യുമ്പോഴും നമ്മൾ പഠിക്കുകയാണ്, വേറൊരു ആൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അബ്സല്യൂട്ട്ലി. അതാണ് ഫ്രം ബ്രൈഡ് സ്റ്റൈലിസ്റ്റ് ടു സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ്. എനിക്ക് തോന്നുന്നു ഈ സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ, ഒരു ടാഗ് കൊണ്ടുവന്നിരിക്കുന്ന ഞാൻ വിസിബിളി കണ്ടിരിക്കുന്നത് അമ്മുവിലൂടെയാണ്. ലൈക്ക് എല്ലായിടത്തും സ്റ്റൈലിസ്റ്റ് അമ്മു, സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് കീപ് ഇറ്റ് സ്റ്റൈലിഷ് ബൈ അമ്മു എന്ന് പറഞ്ഞിങ്ങനെ ടാഗ് ചെയ്തിങ്ങനെ കാണാം. അപ്പം ആ ഒരു സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റിലോട്ട് വന്നപ്പോഴത്തേക്കും അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ശരിക്കും
അമ്മു ആസ് എ ഒരു ഇതിൽ വന്ന് പഠിച്ച കുറേ കാര്യങ്ങൾ എന്താണ്? കാര്യം സെലിബ്രിറ്റി സ്റ്റൈലിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഒരു ബ്രൈഡ് സ്റ്റൈലിംഗ് സംഭവങ്ങളെ അല്ല ഇങ്ങോട്ടേക്ക് വരുമ്പം. അപ്പം ഇതിനെ ആ സെലിബ്രിറ്റി സ്റ്റൈലിംഗ് പ്രോസസ്സ് എന്താണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? സെലിബ്രിറ്റി സ്റ്റൈലിംഗ് എന്ന് പറയുമ്പോൾ ബേസിക്കലി സോഴ്സിംഗ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. കാരണം അവർക്കൊരു ഇവൻറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ റൈറ്റ് ഔട്ട്ഫിറ്റ്സ് സോഴ്സ് ചെയ്ത് കൊടുക്കുക. അവരുടെയും കൂടെ ഇഷ്ടം എന്താണെന്ന് അവർ ഓൾറെഡി പറയും, ഞങ്ങൾക്ക് ഇതാണ് ഇവൻറ്റ്, ഇറ്റ് ഈസ് എ ബിഗ് ഇവൻറ്റ് ഓർ ഇറ്റ്സ് എ സ്മോൾ ഇവൻറ്റ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് ഔട്ട്ഫിറ്റ്സും മതി. അപ്പോൾ അത് അമ്മ പ്ലാൻ ഔട്ട് ചെയ്യുക, ഞങ്ങൾക്ക് ഓപ്ഷൻസ് തരിക എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മളൊരു ഔട്ട്ഫിറ്റ് സോഴ്സ് ചെയ്യുന്നതിൽ മാത്രം നമ്മുടെ ജോബ് അവിടെ തീരുന്നില്ല. അവിടെ നമ്മൾ ലൈക്ക് ദി അതർ തിങ് വി ഹാവ് ടു ഫിഗർ ഔട്ട് അവർക്ക് ചേരുന്ന ഹെയർ സ്റ്റൈൽ എന്താണ്, എന്ത് ജ്വല്ലറി നമ്മൾ കൊടുക്കണം, ഇതെല്ലാം ചെയ്യണം. ആൻഡ് ഇത് ഇവരെ കൺവിൻസും ചെയ്യിപ്പിക്കണം. ചില ആർട്ടിസ്റ്റുമാർ, ചില സെലിബ്രിറ്റീസ് ദേ പ്രിഫർ വെരി മിനിമൽ, ലൈക്ക് വെരി മിനിമൽ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ ഇത് മെയിൻലി ഇവിടെ മെയിൻലി നടക്കുന്നത് ഇവിടെ കേരളത്തിലാണ് ഇത് മെയിൻലി നടക്കുകയുള്ളൂ. പക്ഷെ അതിൻ്റെ പ്രശ്നം വെച്ചാൽ അപ്പോൾ ഇവിടെ സ്റ്റൈലിസ്റ്റിനൊരു റോൾ ഇല്ല, ടു ബി ഓണസ്റ്റ്. വെറുതെ ഒരു ഔട്ട്ഫിറ്റ് എടുത്ത് കൊടുക്കുക എന്നുള്ളതിനകത്ത് ഒരു റോൾ ഇല്ല ആക്ച്വലി. അത് ശരിക്കും പറഞ്ഞാൽ ആർക്കാണെങ്കിലും പക്ഷെ നമ്മളത് കംപ്ലീറ്റ്ലി പെയർ ചെയ്ത് റൈറ്റ് ഫുട്വെയറും ജ്വല്ലറിയും എല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കൺവിൻസ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ചില സമയത്ത് ടാസ്ക്കാണ്. അയ്യോ ഇത് ചെറിയ ഇവൻറ്റാ, അതിൻ്റെ ആവശ്യമില്ല അമ്മു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താ അറിയോ, ചെറിയ ഇവൻറ്റോ വലിയ ഇവൻറ്റോ ഇത് എന്നിൽ ഞാൻ ചെയ്യുന്ന കോൺസെപ്റ്റാണ്. നാളെ ഇപ്പം എൻ്റെ അടുത്ത് പറയുകയാണ്, അമ്മു ദർ ഇസ് എൻ ഇവൻറ്റ് ഹാപ്പനിങ് അറ്റ് സോ ആൻഡ് സോ പ്ലേസ്, അമ്മു വരണം എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി ഞാൻ ഏറ്റവും മോശമായിട്ട് പോകാനും എനിക്ക് പറ്റും, ഏറ്റവും നല്ല രീതിയിൽ പോകാനും എനിക്ക് പറ്റും. വെരി സിമ്പിളായിട്ട് പോകാൻ പറ്റും. പക്ഷെ സിമ്പിൾ ആ ഒരു നല്ലൊരു പവേർഡ് ലുക്ക് കൊടുത്തും പോകാൻ പറ്റും. അത് നമ്മൾ എങ്ങനെ അവിടെ പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളൊരു ഇതനുസരിച്ചിരിക്കും. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ ഞാൻ ഒരു ഫാഷൻ ഇതിനകത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വരുമ്പോൾ എന്നെ എക്സ്പെക്റ്റ് ചെയ്യണ ഒരു സർട്ടൻ രീതിയുണ്ട്. ഞാൻ വരുമ്പോൾ നല്ല ഒരു ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഇന്നയാൾ ഈ രീതിയിൽ വരുന്നതായിരിക്കും, ഇന്നയാൾ ഈ രീതിയിൽ, അതുപോലെ എന്നെ ആ ഒരു രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്ത് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവിടെ ഞാൻ എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കണ്ട, ഞാനൊരു ആ ഒരു രസത്തിൽ തന്നെ പോവാം എന്നാണ് ഞാൻ ഏതൊരു ഇവൻറ്റിൽ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും ഞാൻ എന്നെ തന്നെ പ്രസൻറ്റ്, ബിക്കോസ് ഞാനാണ് എൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതെ, എക്സാക്ട്ലി. എനിക്ക് ഇപ്പം നമ്മളൊരു സ്കിൻ ഡോക്ടറിൻ്റെ അടുത്ത് പോവാണ്. സ്കിൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിയുമ്പോഴത്തേക്കും ആ ഡോക്ടറിൻ്റെ മുഖത്ത് ഫുൾ കുരുവും ഫ്രിക്കിൾസും അതും ഇതും ഡിസ്കളറേഷനും ഒക്കെയാണ്. അതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ് ഇരുന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പ്രൊസീജിയർ ചെയ്യാൻ പറയുകയാണെന്ന് വിചാരിച്ചോ, ഐ വിൽ നോട്ട് ഡു ഇറ്റ്. The first question what I'll be thinking is, why would I do it when my doctor, the person who is sitting right next to me, ഞാൻ കൺസൾട്ടേഷന് പോയ ആളുടെ ഫേസേ ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അങ്ങനെ നിൽക്കേണ്ട കാര്യം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരുടെയും തോട്ട് പ്രോസസ്സ് വേറെ ആട്ടോ. ഞാൻ എൻ്റെ കാര്യം, അപ്പം ഞാൻ ഇതിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ എവിടെ പോയാലും ഒരു സർട്ടൻ രീതിയിൽ പോകേണ്ട ഒരു ഇതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ സെലിബ്രിറ്റീസും എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഒരു രീതിയിലും കുറവില്ലാണ്ട് ഏറ്റവും നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു കൺവിൻസിങ് സംഭവം കുറച്ച് ടാസ്ക്കാണ്. റൈറ്റ്. ഈ ഇവൻറ്റുകൾ മാത്രമല്ലോ, കൂടുതൽ കുറേ ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കോൺസെപ്റ്റ് ഫോട്ടോഷൂട്ട്സ് ഒക്കെ പറഞ്ഞിട്ട് കുറേ സംഭവം. അതൊക്കെ കുറേ കൂടെ നമ്മൾ കാണാൻ തുടങ്ങിയതും ഈ പറയുന്ന സ്റ്റൈലിംഗ്, അമ്മുവിൻ്റെ സ്റ്റൈലിങ്ങിലൂടെ കൂടെ കാണാൻ തുടങ്ങി. അത് ശരിക്കും ആ ഒരു ഫോട്ടോഷൂട്ട് വരുമ്പോൾ അതിനകത്ത് അമ്മു ആസ് ഇതിൽ സ്റ്റൈലിസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ഫോട്ടോഷൂട്ടിന് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കേണ്ട ഒരു ഇതിനെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്, പക്ഷേ എന്താ എനിക്കൊരു കോൺസെപ്റ്റ് ഇങ്ങനെയൊക്കെ വേഗമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ചിലർ വരത്തില്ലേ ഒരു പേര് കിട്ടിയിട്ടായിരിക്കും ഇലൈ അല്ലെങ്കിൽ ഗാർഡൻ ഓഫ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ. അപ്പം അങ്ങനൊരു ടൈറ്റിൽ മുതൽ തുടങ്ങിയിട്ട് ആ ഒരു ഫോട്ടോഷൂട്ട് നമ്മൾ ഓഡിയൻസ് കാണുന്ന അതുവരെയുള്ള ഒരു പ്രോസസ് എങ്ങനെയൊക്കെയാണ് ഒരു സ്റ്റൈലിസ്റ്റ് ഇൻവോൾവ്? എല്ലാ തരത്തിലും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മെറ്റേണിറ്റി ഷൂട്ട് വാസ് ആക്ച്വലി എ ഹിറ്റ്. ആളുടെ മെറ്റേണിറ്റി ഷൂട്ട് ആ പേജിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് അത് ഭയങ്കര എനിക്ക് ഭയങ്കര റെക്കഗ്നിഷൻ കിട്ടിയ ഒരു ഷൂട്ടായിരുന്നു അത്. അപ്പം ഞാൻ ആലോചിക്കണമെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് എത്രത്തോളം അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്ന് ഫസ്റ്റ് ഞാൻ ചിന്തിക്കും. കാരണം ഇറ്റ്സ് എ തിൻ ലൈൻ ബിറ്റ്വീൻ മേക്കിംഗ് എ പേഴ്സൺ ലുക്ക് വൾഗർ, ഒരു വേറൊരു ലുക്കിലേക്ക് കൊടുക്കാനും ഒരു ക്ലാസ് ലുക്കിലേക്ക് പോകാമെന്ന് പറയുന്നത് ഒരു തിൻ ലൈനാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ
ഇതേ കോൺസെപ്റ്റ് എൻ്റെ വേറെ ചില ആൾക്കാർക്കോ വേറെ ക്ലയൻസിനോ ഞാൻ കൊടുക്കില്ല. കാരണം എനിക്കറിയാതെ പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരാൾ പറയുകയാണ് നമുക്ക് ലെറ്റ്സ് ഡു എ ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ആ കൊച്ചിന് എന്തൊക്കെ ആ വ്യക്തിക്കോ ആർട്ടിസ്റ്റിനോ എന്തൊക്കെ പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പെട്ടെന്ന് ഫിഗർ ഔട്ട് ചെയ്യും, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്നിട്ടാണ് ഞാൻ ഔട്ട്ഫിറ്റ് മുതൽ പ്ലാൻ ചെയ്യുക. പിന്നെയാണ് ഞാൻ അതിൽ നിന്ന് കോൺസെപ്റ്റ് ഡ്രൈവ് ചെയ്തെടുക്കുക, നമുക്കിത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ എന്താ പറയുക, മറ്റേ മൂഡ് ബോർഡ് സെറ്റ് ചെയ്യുക. എല്ലാ സാധനങ്ങളും അത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഏത് തരത്തിലുള്ള ലൈറ്റിംഗ് കൊടുക്കണം, എങ്ങനെ ലൈറ്റിംഗ് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഫോട്ടോഷൂട്ടിൽ വരുമ്പോൾ എനിക്ക് പ്രോപ്പർ ഒരു ഐഡിയ ഉണ്ട്, എനിക്ക് എൻ്റെ ഔട്ട് ഏത് രീതിയിൽ വരണം എന്നുള്ളത്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഇപ്പോൾ ഫോട്ടോഷൂട്ട്സ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ചോദിക്കും, അമ്മൂന് എന്ത് രീതിയിൽ ഇത് വരണം എന്നാണ് താല്പര്യം, എങ്ങനെ എടുക്കണം എന്നാണ്. അപ്പോൾ ഞാൻ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ റെഫറൻസ് കാണിച്ചു കൊടുക്കും, എനിക്ക് ഈ ഒരു സംഭവത്തിൽ വേണം എൻ്റെ ഔട്ട് വരാൻ. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കും, ഇൻക്ലൂഡിങ് പോസസ്, ഇൻക്ലൂഡിങ് സെറ്റ് ചെയ്യുന്ന സംഭവം, എല്ലാ കാര്യങ്ങളും ഞാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു തരത്തിൽ സ്റ്റൈലിസ്റ്റുമാർ വളരെയധികം ഇൻവോൾവ് ആണ് ഒരു വർക്ക് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരേക്കും. എന്താണ്, അല്ലാതെ നമ്മൾ വെറുതെ ഒരു സാധനം സോഴ്സ് ചെയ്ത് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നതിൽ അവിടെ റോള് തീരുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു സ്റ്റൈലിസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സാധനം വരാം. ഇപ്പം നമ്മളിങ്ങനെ പറയും റൈറ്റേഴ്സ് ബ്ലോക്കാണ്, പറ്റുന്നില്ല എഴുതാൻ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സ്റ്റൈലിസ്റ്റ് സംബന്ധിച്ചിട്ട് സ്റ്റൈലിസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവം വേണേൽ വരാം. എനിക്ക് അവരെത്ര പറഞ്ഞിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് എനിക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സിൽ എനിക്കത്. അപ്പോൾ അതെങ്ങനെയാണ് അതിനെ ക്രിയേറ്റീവ്ലി അതിനെ ഓവർകം ചെയ്യുന്നത്? ടു ബി ഓണസ്റ്റ് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തു വന്നാലും അൾട്ടിമേറ്റ്ലി അവരെ പോലെയും ഇവരുടെ ഇൻസ്പയർഡ് ആയ പോലെ അവരുടെ ഇൻസ്പയർഡ് ആയ പോലെയൊക്കെ നന്നായിട്ട് വരാറുണ്ട്. കാരണം നമ്മുടെ ഐഡിയാസ് ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതുകൊണ്ട് ഒന്നുമില്ല, വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ കുറേ റെഫറൻസസ് എടുത്തിട്ട് അവിടുന്നും ഇവിടുന്നും ഇതൊക്കെ കൂടെ ക്ലബ് ചെയ്തിട്ട് നമ്മളൊരു ലുക്കിലേക്കൊക്കെ ഞാൻ ഡിറൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ സെറ്റായിട്ട് ഐഡിയ പ്ലാൻ ചെയ്ത് ഇതാക്കി വന്നിട്ടുണ്ട്. അമ്മു വർക്ക് ഈസ് ദ സ്റ്റൈലിസ്റ്റ് എന്ന് പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം? എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നും തുടക്കത്തിൽ ഒന്നും അറിയാണ്ട് കയറിയതാണ്. പിന്നെ അടി കിട്ടിയും അടി കൊട്ടും കിട്ടിയും എല്ലാം പഠിച്ച് വന്നതാണ്. അമ്മുവിനോട് തന്നെ വളരെ പ്രൗഡ്ലി പറയുന്നൊരു കാര്യം എന്താണ്? ഭയങ്കരമായിട്ട് മെന്റലി ഡൗൺ ആയിരിക്കണം ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് വേർ ഐ ആം ഗോണ ഗിവ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. സോ ഹൗ ഡു യു ഡിഫൈൻ ഫാഷൻ? വേറെ ഒരു ബാഗി ജീൻസ്, ഒരു ക്രോപ്പ് ടോപ്പ്, സംതിങ് ദാറ്റ് സോർട്ട്. ഒരു അഡ്വൈസ് ഇതിലോട്ട് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ടു അവർ ഓഡിയൻസ് ഇഫ് യു വാണ്ട് ടു സേ സംതിങ്. ഞാൻ ചോദിച്ചു, ബാംഗ്ലൂരിൽ നിന്ന് കഷ്ടപ്പെട്ട് മീര വന്നിരിക്കുകയാണ്. അപ്പോൾ ഐ ആസ്ക്ഡ് യു ലൈക്ക് വൈ മീ, ബിക്കോസ് ഇത്രയും ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരും ഉണ്ട് ചുറ്റിനും. പക്ഷേ ഇല്ല, നല്ല ഒരുപാട് കഴിവുകളുള്ളൂ. പക്ഷേ യു മേഡ് മീ റിയലി ഹാപ്പി